ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ്. ഞാനിവിടെ കാനഡയിലാണ് താമസിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്കൊരു വിചാരം ഉണ്ടാവില്ലേ, ഇവിടെ ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സിലാണ് സമ്പാദിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരു മാസം കടന്നു പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ, നാട്ടിലാണെങ്കിൽ ലക്ഷം രൂപ, അല്ലെങ്കിൽ ഇവിടെ എത്ര ഡോളേഴ്സ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് തന്നെ ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും, ഫാമിലി ആണെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും, സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ താമസിക്കുമ്പോൾ എത്ര ചെലവ് വരും, പക്ഷെ ഒരു ആവറേജ് ഒരു സ്റ്റുഡൻസിന് എത്രയാണ്, ഒരു ഫാമിലിക്ക് എത്രയാണെന്നും കൂടെ ഞാൻ പറയാം. അത് തന്നെ നമുക്കിപ്പോ ഓരോ സ്ഥലങ്ങൾ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രോവിൻസ് എന്ന് പറയില്ല, സ്റ്റേറ്റുകളാണല്ലേ ഇന്ത്യയിൽ. പക്ഷെ അതിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ പ്രോവിൻസ് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് പ്രോവിൻസുകൾ ഉണ്ട്. അപ്പൊ ഓരോ പ്രോവിൻസിൽ താമസിക്കുമ്പോഴും ഓരോ രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ താമസിക്കുന്ന പോലെ ആയിരിക്കില്ല അല്ലെ ബീഹാറിൽ താമസിക്കുമ്പോൾ ചെലവ് വരിക. അതേപോലെയാണ് ഇവിടെയും. ഒണ്ടാരിയോയിൽ താമസിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പൊ നുനാവട്ടിലോ യൂക്കോണിലോ പോയി താമസിക്കുമ്പോഴുള്ള ചെലവ്. അപ്പൊ അതിനനുസരിച്ചുള്ള വേരിയേഷൻസും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഞങ്ങളുടെ ഒരു ഏതൊക്കെ ചെലവ് വരും സാധാരണ എന്നുള്ളത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാം. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ റെന്റ് പറയാം. അപ്പൊ അത് തന്നെ ഇപ്പൊ വീട്ടിൽ താമസിക്കുന്നവർക്കും റെന്റും അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ്. അപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഒരു വീടിന്റെ ബേസ്മെന്റിലാണ് സാധാരണ കുറെ പേര് താമസിക്കാറ്. അപ്പൊ അതിൽ വരുന്ന റെന്റ് ഈ അപ്പാർട്ട്മെന്റിന്റെ റെന്റിനേക്കാളും കുറച്ച് കുറവായിരിക്കും. പിന്നെ ഹൗസ്, നമ്മൾ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നവരുണ്ട്, വീട് സ്വന്തമായിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ താമസിക്കുന്നത് ഇവിടെ GTA എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എന്നുവെച്ചാൽ ടൊറന്റോ ഇവിടെ എല്ലാവർക്കും അറിയുന്ന സ്ഥലം. അപ്പൊ ടൊറന്റോനെ ചുറ്റുള്ളത് ഗ്രേറ്റർ ടൊറന്റോ ഏരിയ എന്നാണ് പറയാ. അതെല്ലാം ടൊറന്റോന്റെ സെയിം ലെവലിലാണ് വരുന്നത്. ഞാൻ അവിടുത്തെ സ്കാബ്രോ എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ റെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് വരുന്ന റെന്റ് 1900, ലൈക്ക് 1900 ആണ് വരുന്നത്. ഇവിടുത്തെ 1900 കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 1,00,000 ടു 1,15,000 ആ റേഞ്ച് വരും. ഇത് തന്നെ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്കാർബറോയിലായതുകൊണ്ടാണ് ഇത്രയും പൈസ. ഇപ്പൊ ബേസ്മെന്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നതാണെങ്കിൽ ഒരു 1 BHK അല്ല, നോർമലി ഇവിടെ എല്ലാവരും 1 BHK ആണ് എടുക്കുക. അപ്പൊ ഞങ്ങൾ 1+ ഒരു ഡെൻ, ഒരു ചെറിയ റൂമും കൂടെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ്. അതുകൊണ്ടാണ് ഇത്രയും പൈസ ഉള്ളത്. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു 1,800 ടു ഒരു 2,000 നിൽക്കും. ഇപ്പം പ്രോപ്പർ ടൊറന്റോയിൽ താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ഒരു ബെഡ്റൂം ഫ്ലാറ്റിന് തന്നെ ഒരു $2,200 അടുത്ത് വരും. അപ്പൊ ഈ 1,15,000 നിൽക്കില്ല, അതിനും കൂടുതലായി പോകും. ഇനി അതല്ല ബേസ്മെന്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ കുറച്ച് ഈ റേഞ്ചിൽ തന്നെയാണ് ഇവിടെ റെന്റ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും. ഇപ്പം ഈ ഒരു ഒണ്ടാരിയോ എന്നുള്ള പ്രൊവിൻസ് എടുത്താൽ അവിടെ തന്നെ ചെറിയ സിറ്റി എടുത്താലും ഇപ്പൊ ഈ റേഞ്ചിൽ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ തന്നെ എടുത്ത അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും റെന്റ് കുറവ് കിട്ടിയത്. ഇത് തന്നെ മുന്നേ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കരമായിട്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റിന്റെ പ്രൈസ് കൂടിയോണ്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പം കുറെ പേരുടെ മക്കൾ ഇവിടെ പഠിക്കാൻ പോയിട്ടുണ്ടാവും, അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. പിന്നെ സ്റ്റുഡൻസ് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ കപ്പിൾസ് PR ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അറിയണമല്ലോ ഏകദേശം എത്ര ചെലവാണ്. കാരണം നമ്മൾ കുറെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് കാനഡയിലുള്ള താമസത്തിനെ കുറിച്ച്. ഞാൻ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 3 വർഷമായി. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ആയാലും എന്റെ കസിൻസിന്റെ ആയാലും എല്ലാവരുടെയും ലൈഫിൽ ഇപ്പൊ സ്റ്റുഡന്റ് ആയി വന്നവരുടെയും PR ആയി വന്നവരെയും വർക്ക് പെർമിറ്റ് ആയിട്ട് വന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു സ്റ്റുഡന്റ് ലൈഫിൽ നമ്മൾ കാണുന്ന ആ ഒരു രീതിയും വ്യത്യാസമായിരിക്കും. കപ്പിളായിട്ട് വരുമ്പോഴോ PR ആയിട്ട് താമസിക്കുന്നവരോ വർക്ക് പെർമിറ്റ് ആയിട്ട് താമസിക്കുന്നവരുടെ ജീവിത രീതിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. റെന്റിന് ശേഷം നമുക്ക് അവിടെ തന്നെ ഇവിടെ നമുക്കൊരു ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ കറണ്ട് ഇല്ലേ നമ്മുടെ നാട്ടിലെ, അതിന് നമ്മൾ ഇവിടെ ഹൈഡ്രോ എന്ന് പറയാം. കാരണം ഇവിടുത്തെ കുക്കിംഗ് വരെ ഈ കറണ്ടിലാണ് നടക്കുന്നത്. പിന്നെ ഹീറ്റിംഗ് അതെല്ലാം ഇവിടെ കറണ്ട് ആണ്. UK പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ചൂട് വേണമല്ലോ, നമുക്ക് തണുപ്പാവുമ്പോൾ ചൂട് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹൈഡ്രോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് പല അപ്പാർട്ട്മെന്റ്സിലും ഹൈഡ്രോ നമ്മൾ തന്നെയാണ് അടയ്ക്കുന്നത്. ബാക്കി വാട്ടറും ഹീറ്റും ഈ ചൂട് വരുന്നതും വെള്ളവും നമുക്ക് അപ്പാർട്ട്മെന്റുകാരെ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഒരു സാധനം ഹൈഡ്രോ മാത്രം അവർ ചിലപ്പോൾ നമ്മളോട് അടയ്ക്കാൻ പറയും. ചില സ്ഥലങ്ങളിൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇപ്പൊ ബേസ്മെന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ വീടിന് മുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ നമ്മുടെയും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ചാണല്ലോ ബില്ല് വരിക ഒരു വീടാകുമ്പോൾ. അപ്പൊ ചിലപ്പോൾ നമ്മളോട് 1/3 അടയ്ക്കാൻ പറയും, അങ്ങനെയും അടയ്ക്കാൻ പറയാറുണ്ട്. അപ്പൊ ഇത് ഡിപ്പെൻസ്. ഇപ്പൊ ഞങ്ങൾക്ക് ഹൈഡ്രോ സെപ്പറേറ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് അത് തന്നെ ഇപ്പം കുറെ നാൾ നമ്മൾ അത്രയ്ക്ക് അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റിലാണ് അത് വരിക. അപ്പൊ ഞങ്ങൾക്ക് അത് എപ്പോഴും വരുന്നത് ഒരു $60. ഇവിടെ വന്നപ്പോൾ തൊട്ടേ ആ ഒരു റേഞ്ചിലാണ് ഞങ്ങൾക്ക് വരുന്നത്.
അപ്പൊ അതൊരു 3600 ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രൈസ് വരുന്നത്. അത് നമുക്ക് മന്ത്ലി അടയ്ക്കണം ഇവിടുത്തെ ഹൈഡ്രോ ഡിപ്പാർട്ട്മെന്റിലോട്ട്. പിന്നെ അടുത്തത് നമുക്ക് കാനഡയിൽ താമസിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാറ്. കാരണം ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് അറിയാലോ, നമുക്ക് 6 മാസം വിന്റർ ആണ്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ. ഇപ്പൊ ഒരു സാധനം വാങ്ങാൻ പോകാൻ വരെ കാറില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാറിന് പേയ്മെന്റ് വേണം. അത് നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ തന്നെ ഇവിടെ വന്നപ്പം ഞാൻ കുറെ ടൈം എടുത്തു ഇവിടുത്തെ കൾച്ചറൽ ഷോക്ക് ഒന്ന് മാറാൻ. കാരണം ഇവിടുത്തെ കാർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കുറെയൊക്കെ ഓൾമോസ്റ്റ് കുറെ പൈസ കൊടുത്തിട്ട് ബാക്കിയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് വെക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ 0 ഡൗൺ പേയ്മെന്റോ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് പിന്നെ ബാക്കി എല്ലാം ഇൻസ്റ്റാൾമെന്റ് ഒരു കുറെ ഇയേഴ്സിലേക്കാണ് വെക്കുന്നത്. കുറെ വർഷത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തില് ബൈ വീക്കിലി ആണ് പേയ്മെന്റ് വരുന്നത്. പക്ഷെ നമ്മൾ മാസത്തിൽ നമ്മൾ അടച്ചു പോകണം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കാറിന് വരുന്നത്, അത് ഓരോ കാറിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കാറാണെങ്കിൽ ഹോണ്ടയുടെ കാറാണ്, അതുകൊണ്ട് ഇതിന് 440 ആണ് ഞങ്ങൾക്ക് വരുന്ന പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25,000 മുകളിൽ 26,400 ആണ് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ. ഇനി അതിൽ തന്നെ നമുക്ക് കാറ് മാത്രം എടുത്താൽ പോരാ, കാർ ഇൻഷുറൻസ് എടുക്കണം. ഈ കാർ ഇൻഷുറൻസ് 2 തരത്തിലാണുള്ളത്. ഒന്ന്, നമ്മളുടെ വണ്ടി ആരെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇൻഷുറൻസും നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലുള്ള ഇൻഷുറൻസും രണ്ടും കൂടിയിട്ടുള്ളതാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അതൊരിക്കലും മാറ്റരുത്. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി, കാരണം ഇവിടെ ഒരുപാട് ആക്സിഡൻസ് നടക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമുക്ക് ഇത്രയും വിലയാണ് ഇവിടെ. $30,000 ഒക്കെയാണ് ഒരു കാറിന്. 30,000 ടു അങ്ങ് 50,000 60,000 ഒക്കെയാണ് ഓരോ കാറിന് വരുന്നത്. അപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയൊന്നും പേയ്മെന്റ് കയ്യിൽ നിന്ന് അടയ്ക്കാൻ പറ്റില്ല ആർക്കായാലും. അപ്പൊ അതിനൊരു 21,000 അടുത്ത് നമുക്ക് വരും മന്ത്ലി. ഞങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ $350 ആണ്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഭയങ്കര ആക്സിഡന്റ് പ്രോൺ ആയിട്ടുള്ള ഏരിയ ആണ്, ഗ്രേറ്റർ ടൊറന്റോ ഏരിയ. അതന്നെ ചെറിയ സിറ്റിയിൽ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാറിന്റെ ഇൻഷുറൻസ് ഭയങ്കര കുറവായിരിക്കും. അത് ഈ 350 ഒന്നും വരണമെന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ രണ്ടുപേര്, ഇപ്പൊ കപ്പിൾസ് രണ്ടുപേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് ഇൻഷുറൻസ് എടുക്കുക. ഒരു കാറിനാണ് എടുക്കുന്നതെങ്കിൽ പോലും രണ്ടുപേരെ നമ്മൾ അതിൽ കൂട്ടിച്ചേർക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഇത്രയും നമുക്ക് കുറവ് കിട്ടില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ആക്സിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വട്ടം നിങ്ങൾക്ക് ആക്സിഡന്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരസലാണെങ്കിൽ പോലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കൂടും. അത് ഒരുപാട് വർഷം നമ്മുടെ ഡ്രൈവിംഗ് റെക്കോർഡിൽ അത് ഉണ്ടാവും. ഒരു 5 വർഷമെങ്കിലും ഉണ്ടാവും. ഒരു 3 to 5 years ആണ് അവർ പറയുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഇൻഷുറൻസിൽ ഭയങ്കര വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം ഇവിടെ. പിന്നെ വരുന്നത് കാറാണല്ലോ, കാറിന് പെട്രോൾ വേണമല്ലോ, എന്നാലല്ലേ ഓടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഗ്യാസിന് തന്നെ ആവശ്യത്തിന് റേറ്റ് ഉണ്ട്. ഇപ്പം എന്റെ ഹസ്ബൻഡ് കുറച്ച് ദൂരെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒരു 100 കിലോമീറ്റേഴ്സ് ഒക്കെ ഡെയിലി ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്യാസ് പ്രൈസ് കൂടുതലാണ്. ഇപ്പൊ സ്മോൾ സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ഏരിയയിൽ മാത്രം ഒരു 25 കിലോമീറ്റർ ഒക്കെ കിടന്ന് കറങ്ങിയാൽ മതി. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഗ്യാസ് പ്രൈസ് കുറവായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് മന്ത്ലി വരുന്നത് $480 ആണ്. $480 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 29,000 30,000 രൂപയാണ് മാസം വരുന്നത്. പിന്നെ നമുക്ക് ഫോണ് നമ്മുടെ നാടിനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ് ഇവിടെ. കാരണം ഈ ഒരു ഫോൺ ബില്ല് എന്ന് പറയുന്നത് മാസം നമ്മൾ അടയ്ക്കുന്നത് ഒരു നെറ്റ് ഭയങ്കര കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റ് അല്ലേ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് 10 GB 5 GB 100 GB അങ്ങനെയാണ് ഇവർ തരുന്നത്. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഇവിടെ വന്നപ്പം. കാരണം ഞാൻ അൺലിമിറ്റഡ് ജിയോ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് വന്ന ആളായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അതൊരു ഷോക്കായിരുന്നു. പക്ഷെ ഇതിനനുസരിച്ച് പ്രൈസും ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ ചീപ്പാണ് നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നത്. 5G ഒക്കെ ആണെങ്കിൽ അത്രയും പ്രൈസ് ഇല്ലാതെ നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഭയങ്കര വില കൂടുതലാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് മാത്രമേ, കാരണം ഇവിടെ എല്ലായിടത്തും പബ്ലിക് വൈഫൈ ഉള്ളത് കൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു അവരങ്ങനെ ചെയ്യണത്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു 45 + 35 ഞങ്ങൾ രണ്ടുപേരുടെയും കൂടി 4,800 രൂപയാണ് വരുന്നത്. $80 അടുത്ത് വരും. അത് തന്നെ ഇപ്പൊ നമുക്കറിയാം, കാനഡയിൽ വന്നിട്ടായാലും UK വന്നിട്ടായാലും അവിടെ പോകുമ്പോൾ നമ്മൾ പുതിയ മൊബൈൽ എല്ലാവരും എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ വരും. കാരണം നമ്മളിപ്പോ ഒരു ഐഫോൺ എടുക്കുക അല്ലെങ്കിൽ സാംസങ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ മന്ത്ലി ഇതും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 2 വർഷത്തേക്കാണ് അവർ തരാം. നമുക്ക് ഫോണ് റെഡി ക്യാഷ് നാട്ടിലെ പോലെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 0 ഡൗൺ പേയ്മെന്റ്, ഒരു പൈസ പോലും ആദ്യം എടുക്കുമ്പോൾ കൊടുക്കാതെ. അതുകൊണ്ടാണ് കൂടുതൽ എല്ലാവരും ഈ ഐഫോൺ ആയാലും സാംസങ് ആയാലും ഇങ്ങനെ ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. കാരണം പ്രൈസി ആണ്, പക്ഷെ നമുക്ക് ഒരു പൈസ പോലും കൊടുക്കണ്ട നമ്മൾ വാങ്ങിക്കുമ്പോൾ. ഈ ഒരു മൊബൈൽ ബില്ലും പിന്നെ അതിന്റെ കൂടെ ആ ഫോണിന്റെ പേയ്മെന്റും കൂടെ നമ്മൾ ഒരുമിച്ചുള്ള ഓഫറുകളാണ് ഇവിടെ. കുറെ ഓഫറുകൾ ഉണ്ട്, പല പല കമ്പനികൾക്ക് ഓഫറുകൾ ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് തരിക. അപ്പൊ ഞങ്ങളും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 വർഷം കോൺട്രാക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഫോൺ വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അതുവരെ നമുക്ക്, പക്ഷെ ഈ ഒരു ഫോൺ ബില്ല് ഭയങ്കര കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയാണ് വന്ന സമയത്ത് ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 വർഷം കോൺട്രാക്ട് ആയിരുന്നു.
അപ്പൊ അത് എന്റെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്ക് വന്നിരുന്നത് ഒരു 130 റേഞ്ചിലായിരുന്നു എന്റെ മന്ത്ലി പേയ്മെന്റ് വന്നിരുന്നത്. വെച്ചാൽ ആ ഒരു ഫോണിന്റെ ബില്ലും ഈ ഒരു നെറ്റ്വർക്കിന്റെ ബില്ലും കൂടെ ഒരുമിച്ചാണ് വരിക. ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഇത് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയും 10 GB കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു മാസം ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വീട്ടിൽ ഓൾറെഡി എല്ലാവർക്കും വൈഫൈ ഇവിടെ ഉണ്ടായിരിക്കും, അത് ഭയങ്കര കോമൺ ആണ്. അപ്പൊ അതിന് നമുക്ക് വരികയെന്ന് വെച്ചാൽ ഓരോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് പ്രൈസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ഒരു ബാർഗെയിനിങ് പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ചോദിക്കുമ്പോഴും പല പല ഓഫറുകളാണ് ഉണ്ടാവുക. അപ്പൊ ഓരോ സ്ഥലത്തും നോക്കി പോയിട്ട് നമ്മൾ ബെറ്റർ ഓപ്ഷൻ ഏത് ബില്ലാണെങ്കിൽ അവിടേക്ക് നമ്മൾ പോണ്ടി വരും. അപ്പൊ ഓരോ ഷോപ്പുകളും വേറെ വേറെ തരും. ഓരോ ആൾക്കാര് ആ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടേതായ രീതിയിൽ ഡിസ്കൗണ്ടുകൾ തരും. അപ്പൊ അതെല്ലാം ഇവിടെ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ പോയിട്ട് ഇത്ര ബില്ലാണ് ഫിക്സഡ് റേറ്റ് ആണെന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം ഫോൺ ബില്ല് കഴിഞ്ഞാൽ ഇന്റർനെറ്റിന് നമുക്ക് ഒരു $55 വരും. അത് തന്നെ ഇപ്പം $55 ആവാം, ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അത് $65 ആവാം. അപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഏരിയയിൽ ഏതാണ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ കവറേജ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം. അത് നമ്മുടെ നാട്ടിലൊരു 3300 രൂപയാണ് വരിക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം അറിയാലോ, ഗ്രോസറി. അതില്ലാതെ നമുക്ക് നടക്കില്ലല്ലോ. അപ്പൊ ഞങ്ങളിവിടെ നമ്മുടെ നാട്ടിൽ മന്ത്ലി ആണല്ലേ നമ്മുടെ അമ്മയച്ഛനൊക്കെ ഗ്രോസറി വാങ്ങുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വാങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. നമ്മളെല്ലാവരും ഈ വീട് നോക്കി വരുന്നേ ഉള്ളൂ. കാരണം നാട്ടിലായിരുന്നപ്പോൾ നമ്മുടെ അമ്മയും അച്ഛനാണ് നോക്കാറുള്ളത്, നമുക്ക് ആ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ആഴ്ചയിലാണ് മെയിൻ ആയിട്ട് ഗ്രോസറി വാങ്ങുക. അത് വേസ്റ്റ് ആവണ്ടെന്നുള്ളതും കൂടി കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഈ ഗ്രോസറി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വർഷം കൊണ്ട് ഭയങ്കര വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതിപ്പോ മുന്നേ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, മുന്നേ എത്ര ഒരു $100 എത്ര കിട്ടും അതല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ $100 ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആഴ്ചയിൽ ഗ്രോസറി വാങ്ങുമ്പോൾ അത് തന്നെ നമുക്ക് ഒരു $500 ആവും. $500 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 30,000 രൂപയാണ്. അത്രയും നമുക്ക് ഗ്രോസറിക്ക് ഒരു കപ്പിളിനാണ് ഞാൻ പറയണത്. ഫാമിലിക്ക് ഭയങ്കര അതിനേക്കാളും കൂടുതൽ വ്യത്യാസം വരും. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ഡയപ്പേഴ്സ്, അവരുടേതായ കാര്യങ്ങൾ, അതിന് വേറെ ചെലവ് വരും. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഗ്രോസറി പ്രൈസ് 500 ആണ് വരുന്നത്. അത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആളാണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡ് കുറെ ആവശ്യം ഉണ്ടാവും. അപ്പൊ അതിന് സെപ്പറേറ്റ് ഒരു പൈസ വരും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ 500 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു $100 കേരള ഗ്രോസറിക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. കേരള ഗ്രോസറിക്ക് നമ്മൾ മന്ത്ലി പോയിട്ട് അവിടെ നിന്നായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവാം. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് വേണം. അപ്പൊ ചിലപ്പോൾ നമ്മൾ സൗത്ത് ഏഷ്യൻ സ്റ്റോറുകളിൽ പോകേണ്ടി വരും. പിന്നെ അതല്ലാതെ കനേഡിയൻ സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ, നോഫ്രിൽസ്, ഫ്രഷ്കോ, മെട്രോ, അങ്ങനെ പല പല സ്റ്റോറുകളുണ്ട്. അപ്പൊ അതിലും എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് MRP റേറ്റ് അല്ലേ എല്ലായിടത്തും ഉള്ളത്. അതും എനിക്കൊരു കൾച്ചറൽ ഷോക്ക് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. കാരണം MRP റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ഏത് കടയിൽ ചെന്നാലും നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് കൊടുക്കുന്ന വിലയാണ് നമ്മൾ കൊടുക്കണ്ടു. പക്ഷെ ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഓരോ കടയിൽ ചെല്ലുമ്പോഴും അവരുടെ ഇഷ്ടത്തിലാണ് അവർ അവിടെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കണം, ഈ സാധനത്തിന് ഇവിടെയാണോ വിലക്കുറവ് അവിടെയാണോ വിലക്കുറവ് എന്നുള്ളത്. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത പ്രൈസ് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് ഇവർക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മെയിൻ ഇങ്ങനത്തെ സ്റ്റോറുകളിൽ പോയിട്ട് നമ്മളൊരു പ്രൈസ് കണ്ടു ഒരു സാധനത്തിന്. അപ്പൊ ഈ പ്രൈസ് കണ്ടാൽ നമ്മൾ അത് ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ മറ്റേ ഷോപ്പിൽ അതിനേക്കാളും ഇപ്പൊ ഒരു പഴത്തിന് ഇവിടെ $10 ആണ് ഒരു സ്ഥലത്തെങ്കിൽ, അത് കൂടുതലാണ് കേട്ടോ, അത്രയൊന്നും പഴത്തിനില്ല. അപ്പൊ ഒരു $3 ആണ് നിൽക്കാം. $3 ആണ് ഒരു കടയിലെങ്കിൽ അവിടെ നമ്മൾ വന്നിട്ട് വേറെ കടയിൽ നോക്കുമ്പോൾ അവിടെ $5 ആണെങ്കിൽ നമ്മൾ ഈ $5 കടയിൽ പോയിട്ട് കണ്ടോ ഈ കടയിൽ $3 ആണെന്ന് കാണിച്ചു കൊടുത്താൽ അവർ $3 തന്നെ തരും. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാന്ന് നോക്കിയാൽ. പക്ഷെ ഇവിടെ ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പ്രൈസ് മാച്ചിങ് ഇപ്പൊ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കടയിൽ തന്നെ വാങ്ങിക്കുന്നതാണ് ബെറ്റർ. ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കുറെ നാളാകുമ്പോൾ നമുക്ക് അറിയാം ഓരോ കടയിൽ എന്തിനൊക്കെയാണ് നോർമൽ പ്രൈസ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രൈസ് എന്നുള്ളത്. പിന്നെ ചില സമയത്ത് ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും, അപ്പൊ നമുക്ക് വാങ്ങിക്കാം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ ഗ്രോസറി വാങ്ങണം. അപ്പൊ നമുക്ക് ഈ 500-ലൊക്കെ നിൽക്കാം. ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ 500 ഒന്നും ഞാൻ വരുന്ന ഒരിക്കലും പറയില്ല. അവർക്കൊരു 300-ലൊക്കെ നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ അതിന് താഴെ ഒരു 250, 200-ലൊക്കെ നിൽക്കുമായിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ കുക്കിംഗ് ആണ്. ഇപ്പൊ ഷെയർ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ അത്രയും വരില്ല. ഒറ്റയ്ക്ക് മാത്രമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വരുമായിരിക്കും. അങ്ങനെ ഫാമിലി ആണെങ്കിൽ 500-ൽ നിൽക്കില്ല, അത് ഞാൻ ആദ്യം പറയാം. എന്തായാലും ഇവിടെ അതിനേക്കാളും കൂടുതലായിരിക്കും. മുമ്പ് നിൽക്കുമായിരുന്നു, 2 വർഷം മുന്നേ ഞാൻ വരുമ്പോൾ എനിക്കറിയാം. പക്ഷെ ഇപ്പം ഒരിക്കലും നിൽക്കില്ല. പിന്നെ ഫുഡ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഗ്രോസറി വാങ്ങിച്ചാലും നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാട്ടിലെ പൊതിച്ചോറ്, നാട്ടിലെ ചട്ടിച്ചോറ്, അല്ലെങ്കിൽ ബിരിയാണി, ഇങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കേണ്ടി വരും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മുടെ നാട്ടില് ഒരു 100 രൂപയ്ക്ക് നമുക്ക് ബിരിയാണി കിട്ടുമെങ്കിൽ ഇവിടെ
നല്ല പൈസയാണ്. ഇന്ത്യൻ ഫുഡുകൾക്ക് വില കൂടുതലാണ്. അത് ഒരു $18 ഒക്കെയാണ് ഇവിടെ ഒരു ബിരിയാണിക്ക് വരുന്നത്, ഒരു ചിക്കൻ ബിരിയാണി ഒരാൾക്കുള്ളത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കപ്പിൾ ആണെങ്കിൽ അവർക്ക് കഴിക്കണമെങ്കിൽ ഒരു ടേക്ക് ഔട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഒരു $40 അവർക്ക് കാര്യം കഴിയും വിത്ത് ടാക്സ് എല്ലാം. ഇനി അതല്ല, നമ്മൾ പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ അത് മിനിമം ഒരു $50 ആവും. കാരണം അതിന്റെ കൂടെ എന്തെങ്കിലും കുടിക്കാൻ വാങ്ങേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ടിപ്പ് കൾച്ചർ ഭയങ്കര, നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ടിപ്പ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര എംബാരസിങ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ എല്ലാവരും ടിപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഇത്ര പെർസെന്റേജ് നമ്മൾ ഒരു ബില്ലിന്റെ ഇത്ര പെർസെന്റേജ് നമ്മൾ ടിപ്പ് കൊടുക്കണമെന്നുണ്ട്. അപ്പൊ അത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ നമ്മളിപ്പോ ഒരാഴ്ചയിൽ ഒരു 4 വട്ടം പുറത്തുനിന്ന് കഴിച്ചാൽ പോലും നമുക്ക് നല്ല പ്രൈസ് ആവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫുഡ് എക്സ്പെൻസ് ഒരു 200, ഇപ്പം ഒരു കപ്പിൾ ആണെങ്കിൽ ഞാനിപ്പോ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചിപ്പോ കൺട്രോൾഡ് ആണ് പുറത്തുനിന്ന് കഴിക്കുന്നത്. കുറച്ചുകൂടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ ഒരു 200 to 300 ആണ് ഞാനൊരു റേഞ്ച്. ഇപ്പൊ $250 നമുക്ക് പിടിക്കാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പിളിന് മാത്രം $250 ആവും. അത് വരുന്നത് ഒരു 10,000 രൂപയാണ് നമ്മുടെ നാട്ടിലെ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി മാത്രം. ഒരു മാസമാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി ഇതിൽ എനിക്ക് സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയി വരുമ്പോഴോ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു ഒട്ടും. അതുപോലെ കുക്ക് ചെയ്യാൻ അറിയാത്തവരായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ആണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് കഴിക്കാം. അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് കഴിക്കും. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ പൈസ മുഴുവൻ മാക്സിമം പോകുന്നത് ഈ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ്. കാരണം നിങ്ങൾക്ക് പാർട്ട് ടൈം ആണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് വെച്ചാൽ മിനിമം വേജ് ആണ് ഇവിടെ വരുമാനം. ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ മിനിമം വേജ് 16 per hour ആണ്. $16 ആണ് ഇവിടെ ഉള്ളൂ. $17 to $18 ആണ് നിങ്ങൾക്ക് മാക്സിമം ഒരു മിനിമം വേജ് ഇപ്പൊ കിട്ടുന്നത്. അപ്പം അത്ര വലിയ വ്യത്യാസം വന്നിട്ടില്ല. കാരണം നമ്മൾ ഓരോ ഡോളർ കൂടുന്നവരും ഇവിടുത്തെ ടാക്സ് റേറ്റ് കൂടും. അതിനനുസരിച്ച് ഇവിടെ ഈ ഒരു $18 ആയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഇരട്ടിയാണ് ഇവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് കാരണം എല്ലാ സാധനങ്ങൾക്കും വില കൂടിയത്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോൾ വില കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു $300-400 അതിനെ ചെലവാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇരിക്കില്ല. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യുന്നത് മാക്സിമം ശ്രമിക്കുക. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ബാക്കി നമുക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ വന്നാൽ നമുക്ക് വിന്റർ ജാക്കറ്റ് വാങ്ങേണ്ടി വരും. വിന്ററിന് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉടുപ്പ് വാങ്ങി എല്ലാ സീസണിലും ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ഒരു സീസണിൽ വാങ്ങിച്ച ടീഷർട്ട് നമുക്ക് എല്ലാ സീസണിലും ഇടാൻ പറ്റില്ല. ഇപ്പൊ വിന്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വെറ്റർ ഇടേണ്ടി വരും. അപ്പൊ സ്വെറ്റർ ഇടണമെങ്കിൽ സ്വെറ്റർ വാങ്ങണം. ഇനി സമ്മർ ആയി കഴിഞ്ഞാൽ ഈ സ്വെറ്റർ ഇടാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ ടീഷർട്ടുകൾ വേണ്ടി വരും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കപ്പിൾ ആണെങ്കിൽ രണ്ടുപേരുടെയും ഷോപ്പിംഗ് നോക്കണം. പിന്നെ ഇവിടുത്തെ ഡ്രസ്സും നമ്മളെപ്പോഴും നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമല്ലോ. നാട്ടിൽ നമുക്ക് ചെറിയ വിലയ്ക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. കുറേ ഷോപ്പിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പുറത്ത് കടകളാണെങ്കിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ലിമിറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിന്റെ കളക്ഷൻസ്. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ നല്ല നല്ല കളേഴ്സ് കുറെ കിട്ടും. എപ്പോഴും കറുപ്പും ഗ്രേ ഷെയ്ഡ് അത് മാത്രമല്ല, ഇവിടെ കുറച്ചും കൂടെ എനിക്ക് അത്രയും വൈബ്രന്റ് കളേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഷോപ്പിംഗ് നോക്കുമ്പോൾ ഒരു $200 ഒക്കെ നമ്മൾ വിചാരിക്കും, ഒരു $200 ആവും മാസം എന്ന്. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യും. ഇപ്പൊ 2 മാസം കൂടുമ്പോൾ വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ $200 2 മാസം കൂടുമ്പോഴേ ആവുള്ളൂ. പിന്നെ ക്വാളിറ്റി, ഇപ്പൊ നമ്മൾ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ മിനിമം ഒരു $100 ഒക്കെ ഒരു ഉടുപ്പിന് തന്നെ ആവും. അപ്പൊ അതൊക്കെ നോക്കി വാങ്ങുക. അങ്ങനെ ആവുമ്പോൾ ഒരു $12,000 ആണ് അത് കൂട്ടുമ്പോൾ. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം അവർക്ക് ത്രെഡ് ചെയ്യാനുണ്ടാവും, ഐബ്രോസ് ത്രെഡ് ചെയ്യാനുണ്ടാവും. പിന്നെ മുടി കട്ട് ചെയ്യുന്നവർക്ക് അത് ചെയ്യാനുണ്ടാവും. പിന്നെ വാക്സ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ പ്രൈസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പം കപ്പിൾ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്യണം, ഹസ്ബൻഡിനാണെങ്കിൽ ഹെയർ കട്ടിങ് ചെയ്യണം എല്ലാ മന്ത്ലി. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു $40 ആണ് കൗണ്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഈ ത്രെഡിങ് പോലും ഇവിടെ നമ്മുടെ നാട്ടിൽ 20-30 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. പക്ഷെ ഇവിടെ വരുമ്പം ഇവിടെ $25 ചെയ്യുന്നവർ, ഹെയർ കട്ടിങ് കൂടി ആകുമ്പോൾ $40, 2,400 രൂപയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി വാക്സ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫുൾ ബോഡി വാക്സിന് തന്നെ $100 ആവും. അപ്പൊ ഈ ഒരു കണക്കിൽ നിൽക്കില്ല. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. അതൊക്കെ ചെയ്യുന്നവര് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ. ഇനി അതല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ നമുക്ക് ഇവിടെ ഹെൽത്ത് ഫ്രീ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഹെൽത്ത് കെയർ ഇവിടെ ഫ്രീ ആണ്. പക്ഷെ ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ഡോക്ടറെ കാണാൻ മാത്രമേ ഫ്രീ ഉള്ളൂ. നമ്മളൊരു മരുന്ന് വാങ്ങണമെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ഇരട്ടി പൈസയാണ് ഇവിടെ ഒരു മരുന്നിന്. അത്രയും വില കൂടുതലാണ്. അപ്പൊ നമ്മൾ അതിന് ചിലപ്പോൾ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോലിയിൽ തന്നെ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നവരുണ്ട്. പക്ഷെ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിന്ന് കുറച്ച് പിടിച്ചിട്ടാണ് ആ ഒരു ഇൻഷുറൻസ് അവർ തരുന്നത്.
ഇപ്പൊ സാധാരണ അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും പിന്നെ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് പരിപാടികൾ ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം കൂട്ടുമ്പോ ഒരു $100 നമുക്കൊരു കണക്ക് കൂട്ടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 6000 രൂപ. അപ്പൊ അത്രയും രൂപ നമുക്ക് ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്ലി ഒരു കപ്പിളിന് നമുക്ക് ഏകദേശം ഒരു 4800 ആ റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഗ്രേറ്റർ ടൊറന്റോ ഏരിയ ഒരു GTA, ഒരു ഇത്രയും വലിയ കാനഡയിലത്തെ വലിയൊരു സിറ്റിയാണ്. അപ്പൊ അവിടെ താമസിക്കണമെങ്കിൽ $4800 വരും. ഇനി അത് മാത്രമല്ല, ഇതിൽ തന്നെ നമ്മളിപ്പോ ഞാൻ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ബിൽസ്, നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ്സ് ആണ്. നമ്മൾ എല്ലാ പേയ്മെന്റും ക്രെഡിറ്റ് കാർഡ്സിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ക്രെഡിറ്റ് കാർഡ്സിൽ നമ്മൾ മന്ത്ലി പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് അടയ്ക്കണം. കാരണം അല്ലെങ്കിൽ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 21% ഇൻട്രസ്റ്റ് റേറ്റ് ക്രെഡിറ്റ് കാർഡിന്. അപ്പൊ അതിന് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള, അത് എങ്ങനെ വൈസ്ലി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കുക കെയർഫുൾ ആയിട്ട്, ക്രെഡിറ്റ് സ്കോറിനെ എഫക്ട് ചെയ്യാതെ എന്നുള്ളത്. അപ്പൊ ക്രെഡിറ്റ് സ്കോറിനെ എഫക്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ മന്ത്ലി കറക്റ്റ് പേയ്മെന്റ് അടയ്ക്കണമല്ലോ. അപ്പൊ അത് തന്നെ മിനിമം പേയ്മെന്റ് തന്നെ ഒരുപാട് വരും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അനുസരിച്ച്. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 2 പേർക്കൊക്കെ കൂടി ആകുമ്പോൾ ഒരു 30,000, 20,000, 30,000, 40,000 ഒക്കെയാണ് ചിലപ്പം നമ്മുടെ ക്രെഡിറ്റിന്റെ, നമുക്ക് അത്ര യൂസ് ചെയ്യാനുള്ള അത്രയും തരും ക്രെഡിറ്റ്. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അടച്ചു പോകണം. അപ്പൊ അതും ഇതിൽ വരും. പിന്നെ എന്താ വെച്ചാൽ അതിൽ തന്നെയാണ് നമ്മൾ ആ ഒരു അടച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഞങ്ങൾക്ക് വരുന്നത് മന്ത്ലി എക്സ്പെൻസ് ഏകദേശം $4800 ആണ്. $4800 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 2.5 ലക്ഷം to 3.5 ലക്ഷം രൂപയാണ് ഒരു മാസം കടന്നു പോവാൻ നമുക്ക് വേണ്ടത്. അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത്. ഒരു നോർമൽ കപ്പിളിന് യാതൊരു ലക്ഷറി ലൈഫും ഇല്ലാതെ നമുക്ക് ജീവിക്കുകയാണെങ്കിൽ പോലും ഇത്രയും വരും. അത് തന്നെ ഏറ്റവും പ്രശ്നം ഇവിടുത്തെ റെന്റ് ആണ്. നമ്മുടെ ഒരു എക്സ്പെൻസിൽ ഒരു പകുതിയും പോകുന്നത് റെന്റിലോട്ടാണ്. ഇനി അതൊരു കപ്പിൾസിന്റെ ആണ് ഞാൻ പറയുന്നത്. ഇനി ഞാനൊരു ഏകദേശം ഒരു ഫാമിലിക്ക് പറയുകയാണെങ്കിൽ അവർക്ക് 4800 നിൽക്കില്ല. കാരണം അവരുടെ കുട്ടികളുടെ ചെലവ്, അവർക്ക് സ്കൂളിങ്ങിൽ ബാക്കി അവരുടെ ഡ്രസ്സ്, പിന്നെ ഫുഡിന് തന്നെ അതിനേക്കാളും കൂടുതലാവും. അതെല്ലാം നോക്കുമ്പോൾ അവർക്കൊരു 5000 to 6000 അടുത്തൊക്കെ ചിലപ്പോൾ മന്ത്ലി വരും, കുട്ടികളുടെ എണ്ണം അനുസരിച്ച്. ചിലപ്പോൾ കുട്ടികളാകുമ്പോൾ ഇവിടെ ഗവൺമെന്റ് നമുക്ക് പൈസ തരും. മന്ത്ലി അവരുടെ ചെലവിനുള്ള പൈസ തരാറുണ്ട്, വളരെ കുറച്ചാണെങ്കിലും തരാറുണ്ട്. അപ്പൊ ആ ഒരു 5000 എന്നൊക്കെ പറഞ്ഞാലും അതിലും കുറച്ച് ഗവൺമെന്റ് തരുന്നത് കൊണ്ട് അത്രയും കുഴപ്പമില്ല നിങ്ങൾക്ക്. പിന്നെ സ്റ്റുഡൻസിന് ഒരിക്കലും 4800 ഒന്നും ആവില്ല. അത് ആദ്യം ഞാൻ പറയാം. കാരണം സ്റ്റുഡൻസ് ആവുമ്പോൾ നിങ്ങൾ റെന്റിന് വരുന്നത്, നിങ്ങൾ ഷെയർ ആയിട്ടുള്ള റൂമോ അല്ലെങ്കിൽ ഒരു വീടെടുത്ത് എല്ലാവരും ഷെയർ ചെയ്ത് നിൽക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പൊ നിങ്ങളുടെ റെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും 1900 ഒന്നും റെന്റ് ഒരിക്കലും വരില്ല. നിങ്ങൾക്ക് ഒരു $800, $1000, അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ $400 ഒക്കെ മന്ത്ലി വരുള്ളൂ. അത്രയും കുറവൊക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഏകദേശം നിങ്ങൾക്ക് ഒരു മാക്സിമം പറയുകയാണെങ്കിൽ തന്നെ ഒരു 1500 to 2000 ഒക്കെയാണ് നിങ്ങൾക്ക് മന്ത്ലി ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രേ വരുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 1500 to 2000 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറി അതിനടുത്ത് തന്നെയായിരിക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള രീതിയിലുള്ള സാലറി നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ആ സേവിങ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത സെമസ്റ്റർ ഫീക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഞാൻ തന്നെ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നാട്ടില് പൈസ ഒന്നും പിന്നെ യൂസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് അത് അടച്ചു പോകുന്ന ആൾക്കാർ. പക്ഷെ സ്ട്രഗിൾ ഉണ്ടെന്ന് വെച്ചാൽ സ്ട്രഗിൾ ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ കാനഡയില് 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ ഈ 4800 എന്ന് പറയുന്നത് വളരെ അത്ര കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് ആണ് എക്സ്പെൻസ്. കാരണം നിങ്ങൾക്ക് 2 പേർക്കും വരുമാനം ഉണ്ടെങ്കിൽ ഒരാളുടെ വരുമാനം എടുത്ത് നിങ്ങൾക്ക് ഇതെല്ലാം ചെലവാക്കാം, മറ്റേയാളുടെ വരുമാനത്തിൽ നിന്ന് സേവിങ്സിലോട്ട് പോവും. അതല്ലാതെ ഇപ്പൊ ഒരാളാണ് ഒരു നമ്മളെ വീട്ടിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നുള്ളൂ, ഒരാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കറക്റ്റ് നമുക്കൊരു സേവിങ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഒരാളുടെ അതിൽ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞു പോവും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അറിയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് എത്ര ചെലവിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കറക്റ്റ് എക്സാക്ട് എമൗണ്ട് ഓരോന്നിന്റെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ കൊടുക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ പറയുക. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.